ഹലോ ഫ്രണ്ട്സ്, ഇത് ബ്രെയിൻസിൻ്റെ USB മോഡുകൾ വെച്ച് ചെയ്ത ഒരു 2.2 ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയർ സ്റ്റീരിയോ ആയും 2.2 ആയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് ഈ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റീരിയോ ചാനൽസിന് പെർ ചാനൽ 100 വാട്ട്സും സബ്വൂഫർ ചാനൽസിന് പെർ ചാനൽ 200 വാട്ട്സും കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഫ്രണ്ട് പാനലാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു മോഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ചും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഓപ്ഷനും റിമോട്ടിലുണ്ട്. എന്നാലും ഭാവിയിൽ റിമോട്ട് മിസ്സാവുകയോ റിമോട്ടിൻ്റെ ബാറ്ററി ഡൗൺ ആവുകയോ ചെയ്താൽ ആംപ്ലിഫയറിലും മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് സ്റ്റീരിയോ ചാനൽസിന് പെർ ചാനൽ 100 വാട്ട്സ് RMS വീതവും സബ്വൂഫർ ചാനൽസിന് പെർ ചാനൽ 200 വാട്ട്സ് RMS വീതവുമാണ്. ഈ ആംപ്ലിഫയർ സ്റ്റീരിയോ ആയും 2.2 ആയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്റ്റീരിയോ 2.2 ഓഡിയോ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ചും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയർ ഓൺ ചെയ്യുമ്പോൾ സ്റ്റീരിയോ മോഡിലായിരിക്കും ഉണ്ടാവുക. സ്റ്റീരിയോ മോഡ് സെലക്ട് ആകുമ്പോൾ യെല്ലോ ഇൻഡിക്കേഷനും 2.2 ഓഡിയോ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ വൈറ്റ് ഇൻഡിക്കേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ബാസും ട്രബിളും മാനുവലായും ഇതിൻ്റെ റിമോട്ടിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ -9 മുതൽ +9 വരെ അഡ്ജസ്റ്റ് ചെയ്യാം. മാനുവലായി ബാസ് ട്രബിൾ കൂടാതെ മിഡ് ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സബ്വൂഫർ ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. VU-മീറ്റർ മോഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 9 സ്റ്റൈലിൽ VU-മീറ്റർ റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. സപ്ലൈ കൊടുക്കാനായി ഫ്യൂസോട് കൂടിയ കമ്പ്യൂട്ടർ സോക്കറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻ ഇന്നറായും ഒരു ഫാൻ എക്സോസ്റ്റുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു ഓക്സിലറി ഇൻപുട്ടും മറ്റ് ഓഡിയോ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓക്സിലറി ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് സബ്വൂഫറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സബ്വൂഫർ പ്രീ ഔട്ടിൻ്റെ ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സോക്കറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്.
ഇതിൽ മെയിനായി 2 ട്രാൻസ്ഫോർമറുകളാണ് കൊടുത്തിട്ടുള്ളത്. സബ്വൂഫർ ചാനൽസിന് വേണ്ടി 27 വോൾട്ട് 10 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോർമറും സ്റ്റീരിയോ ചാനൽസിന് വേണ്ടി 27 വോൾട്ട് 6 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോർമറുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ സ്റ്റീരിയോ ചാനൽസിന് വേണ്ടി 50 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും സബ്വൂഫർ ചാനൽസിന് വേണ്ടി 63 വോൾട്ട് 10000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളുമാണ് കൊടുത്തിട്ടുള്ളത്. പവർ ഓൺ ആൻഡ് ഓഫും സ്റ്റീരിയോ 2.2 മോഡ് സെലക്ഷനും ഈ ബോർഡ് വഴിയാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുമാർ ഓഡിയോസിൻ്റെ ബോർഡാണ്. തോഷിബ 5200-1943 പെയറായിട്ട് വരുന്ന സർക്യൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് IRF 240-9040 പെയറായിട്ട് വരുന്ന മോസ്ഫെറ്റ് ബോർഡാണ്. ഇതിൽ ബാസ് ട്രബിൾ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് DTEC ഓഡിയോസിൻ്റെ 3-way ട്യൂൺ കൺട്രോൾ ബോർഡാണ്. മൈക്കിന് വേണ്ടി ബ്രെയിൻസ് ഓഡിയോസിൻ്റെ മൈക്ക് മോഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ് ഫിൽട്ടർ ബോർഡായിട്ട് ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കാറുള്ളത് മഹാരാജയുടെ ബോർഡാണ്. പവർ ട്രിക്കിൻ്റെ 2.2 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. USB മോഡ്യൂളായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രെയിൻസിൻ്റെ USB മോഡ്യൂളാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.